ബി.ജെ.പിക്ക് മുന്നിൽ ചെക്ക് വെച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. ത്രികോണ പോരാട്ടം നടന്ന തിരുവനന്തപുരത്ത് അവസാനം ബി.ജെ.പി പിടിക്കുകയും CPM കിതയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ 30 വർഷമായിട്ട് ബി.ജെ.പി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് ആര്യ രാജേന്ദ്രൻ വെറും 5 വർഷം കൊണ്ട് നേടിയെടുത്തത്. അതിൽ ആര്യക്കിരിക്കട്ടെ പൊൻതൂവൽ. ഇവിടെ UDFന്റെ അക്ഷീണ പ്രവർത്തനം കാണാതിരിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് ആദ്യമേ മേയർ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തദ്ദേശ ഗോധയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഇപ്പോഴിതാ ജയിച്ചിട്ടും ഒരു മേയറെ കണ്ടെത്താൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന ബി.ജെ.പിക്ക് മുന്നിലേക്കാണ് മുരളീധരൻ ചെക്ക് വെക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് UDF സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പിയെ പൂട്ടുകയാണ്. ജനവിധി അട്ടിമറിക്കില്ലെന്നും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലും ഏർപ്പെടില്ലെന്നും UDF വ്യക്തമായി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനം കൂടി അദ്ദേഹം നടത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം UDFന്റെ ഭൂരിപക്ഷം നേടുന്നതിൽ നിന്ന് തടഞ്ഞ വെള്ളറട, മലയൻകീഴ് എന്നിവിടങ്ങളിൽ പ്രതീക്ഷിച്ച സീറ്റുകൾ ആണ്. എന്നാൽ തോൽവി സമ്മതിക്കാൻ ചരിത്രകാലം മുതൽ ബുദ്ധിമുട്ടുന്ന CPM ശബരിമല സ്വർണ്ണ കുംഭകോണം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു ഘടകമായിരുന്നു എന്ന തിരിച്ചറിവിലെത്തിയത് അത്ഭുതമെന്നായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. കൂടാതെ സഖ്യം വിപുലീകരണത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കേരള കോൺഗ്രസിനെ ഉൾപ്പെടുത്തി UDF സഖ്യം വികസിപ്പിക്കുന്ന വിഷയത്തിൽ മുന്നണി ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുസമ്മതമുണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു. എന്നിരുന്നാലും ഈ വിഷയം UDF സഖ്യത്തിനുള്ള ചർച്ച ചെയ്ത് തീരുമാനിക്കും.